എല്ലാവർക്കും PSC എറിഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തപ്പെട്ട PSCയുടെ ഒരു ആറാമത്തെ ഘട്ടമായി നടത്തപ്പെട്ട എറണാകുളം വയനാട് LDC എക്സാമുകളുടെ ഒരു വിലയിരുത്തലാണ്. ഒരു കട്ട് ഓഫ് പ്രവചനം ഒന്നുമല്ല, ഒരു സേഫ് സോൺ മാർക്ക്, ഒരു പരിധി എത്ര ആയിരിക്കാം എന്ന് വിശകലനം ചെയ്യുന്നൊരു വീഡിയോയാണ്. തീർച്ചയായും ഈ വീഡിയോയിലൂടെ ഒട്ടനവധി അധ്യാപകരുടെ വിശകലനം നിങ്ങൾക്ക് ലഭിക്കും. അതിനപ്പുറത്തേക്ക് ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന തരത്തിലാണ് ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുമ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ ഐഡിയ കിട്ടും. ഇതൊക്കെ എൻ്റെ ഈ മാർക്കൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ എക്സാമിൻ്റെ ഒരു പൊതുവിലെ ഒരു വിലയിരുത്തലും നമുക്കിതിലൂടെ നടത്താൻ സാധിക്കും എന്നുള്ളതും വ്യക്തമാണ്. അതിന് മുന്നോടിയായി കഴിഞ്ഞ തവണത്തെ സ്ഥിതിവിശേഷം ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ കട്ട് ഓഫായി നിർണ്ണയിക്കപ്പെട്ടത് 53 മാർക്കാണ്. ഇതുവരെ ഏകദേശം 760+ അഡ്വൈസാണ് അവിടെ പോയിട്ടുള്ളത്. OC ആണെങ്കിൽ 507 അടുപ്പിച്ച് OCയും പോയിട്ടുണ്ട്. 507 അടുപ്പിച്ച് OCയും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പോയിട്ടുണ്ട്. ഏകദേശം ഇതിന് മുമ്പത്തെ, അതായത് ഈ നിയമനം നടന്നുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിന് മുൻപത്തെ ലിസ്റ്റിൽ നിന്നും ഏകദേശം 1000-ൽ പുറത്ത്, അതായത് കൃത്യമായും പറഞ്ഞാൽ 1164 പേർക്ക് 1164 പേർക്ക് നിയമനം ലഭിച്ചൊരു സാഹചര്യമാണ് എറണാകുളത്തുണ്ടായിരുന്നത്. ഏകദേശം 1000 അടുക്കും. ഉറപ്പായും ഇനിയും സമയമുണ്ട്. ഏകദേശം 1000 അടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ടോട്ടൽ നിയമനം. ഇനി വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ വയനാടിൻ്റെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 50.67 ആയിരുന്നു. താരതമ്യേന കട്ട് ഓഫ് കുറയുന്നൊരു ജില്ല കൂടിയാണ് വയനാട്. എന്നിരുന്നാലും കഴിഞ്ഞ തവണ 50 എന്നുള്ളൊരു മാർക്ക് കട്ട് ഓഫ് ക്രോസ് ചെയ്തു എന്നുള്ളതും സത്യമാണ്. 50.67 ആയിരുന്നു കട്ട് ഓഫ്. അവിടെ മുഴുവനായി ഇതുവരെ പോയ അഡ്വൈസുകളുടെ എണ്ണം 267, OC വിഭാഗത്തിൽ നിന്നും 169 വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും ജോലി ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 678 പേരാണ്. ഇനി കഴിഞ്ഞ തവണ നടന്ന ആകെ നിയമനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 358 ആണ്. അപ്പോൾ തീർച്ചയായും ഇനി വരുന്ന ഒരു വർഷ കാലയളവിൽ ആ ഒരു കഴിഞ്ഞതിൻ്റെ മുൻപത്തെ നിയമനത്തോട് അടുപ്പിച്ചോ അത് ക്രോസ് ചെയ്ത് പോകാനോ സാധ്യതയുള്ള ഒരു ജില്ല കൂടിയാണ് വയനാട്. അങ്ങനെ ചുരുക്കം ചില ജില്ലകൾ മാത്രമേ ഉള്ളൂ തൊട്ട് മുമ്പ് നടന്ന നിയമനത്തിന് അടുത്തെങ്കിലും എത്തുന്ന, അത്തരത്തിൽ ആ ഒരു നിയമനത്തിനടുത്ത് എത്താൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോകാൻ സാധ്യതയുള്ളൊരു ജില്ല കൂടിയാണ് വയനാട്. ഇനി ഇപ്രാവശ്യം നടന്ന എക്സാം കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം ഈ രണ്ട് ജില്ലയിലുമായി 1,10,265 പേരാണ്. ഈ രണ്ട് ജില്ലയിലെയും കമ്പയർ ചെയ്യുമ്പോൾ എക്സാം എഴുതും എന്ന് കൺഫർമേഷൻ കൊടുത്തവർ. എന്നാൽ ഇതിൽ തന്നെ 78,559 പേരാണ് ഈ രണ്ട് ജില്ലയെ സംബന്ധിച്ച് ആകെ പരീക്ഷ എഴുതിയുടെ എണ്ണം എന്ന് പറയുന്നത്. ഏകദേശം 71%. ഏകദേശം കൺഫർമേഷൻ കൊടുത്തതിൽ നിന്ന് 31,000-ഓളം പേർ പരീക്ഷ എഴുതാതിരിക്കുന്ന സാഹചര്യം ഈ രണ്ട് ജില്ലയെ സംബന്ധിച്ച് ഉണ്ടായി എന്നുള്ളതും ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയട്ടെ. ഇനി ഇതിൽ തന്നെ ഓരോ അധ്യാപകരുടെ വിശകലനം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ആദ്യം മൻസൂർ സാറിൻ്റെയാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് 60-നും 70-നും ഇടയ്ക്കൊരു കട്ട് ഓഫാണ്. അതിൽ തന്നെ എറണാകുളം ജില്ല 70-ന് അടുപ്പിച്ചും അതുപോലെ തന്നെ വയനാട് ജില്ല 65 മാർക്കിന് അടുപ്പിച്ചും ഒരു കട്ട് ഓഫ് റേഞ്ചിലേക്ക് പോകും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ. ഇനി സുജേഷ് സാർ, അതായത് എൻട്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ സുജേഷ് സാറിൻ്റെ വിലയിരുത്തലാണ് എറണാകുളം 65 മുതൽ 71 വരെ വന്നേക്കാം. കൂടിയാൽ 71, കുറഞ്ഞാൽ 65. ഇനി വയനാട് ജില്ലയെ കമ്പയർ ചെയ്യുമ്പോൾ 62 മുതൽ 68 വരെ വന്നേക്കാം. അതായത് വയനാട് ജില്ലയെ സംബന്ധിച്ച് കൂടിയാൽ 68, കുറഞ്ഞാൽ 62. ഇനി PSC പാഠശാല എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന വിലയിരുത്തൽ എന്ന് പറയുന്നത് നമുക്കൊരു നല്ല മാർക്കായി പരിഗണിക്കാവുന്നത് എന്ന് പറയുന്നത് 70 അല്ലെങ്കിൽ 70-ന് അടുപ്പിച്ചൊരു മാർക്കാണ് ഈ ഒരു പരീക്ഷ സംബന്ധിച്ച് ഒരു നല്ല മാർക്കായി പരിഗണിക്കാവുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇനി ടൈം ഈസ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വിലയിരുത്തലാണ്. രണ്ട് ജില്ലയെ സംബന്ധിച്ചും ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഭാഗത്തു നിന്ന് കട്ട് ഓഫായി നിർണ്ണയിക്കപ്പെട്ടത് 60 മുതൽ 65 മാർക്ക് വരെയാണ്. 60 മുതൽ 65 മാർക്ക് വരെയാണ് ഈ രണ്ട് ജില്ലയും ഒരു വിലയിരുത്തലായി ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനി PSC റാങ്കർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കട്ട് ഓഫായി വിലയിരുത്തപ്പെട്ടത് 62 മുതൽ 67 വരെ മാർക്കാണ്. അതായത്
ഏകദേശം കൂടിയാൽ 67 കുറഞ്ഞാൽ 62 മാർക്ക് വരെ ഈ 2 ജില്ലയെ സംബന്ധിച്ചും ഒരേ വിശകലനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി വേ ടു വിൻ PSC എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഭാഗത്തു നിന്നും ഒരു സേഫ് സോണായി പരിഗണിക്കാവുന്ന ഒരു മാർക്കായി 2 ജില്ലയെ സംബന്ധിച്ചും പരിഗണിച്ചിട്ടുള്ള ഒരു മാർക്ക് എന്ന് പറയുന്നത് 68+ ആണ്. 68 അതിന് മുകളിലോ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സേഫ് സോണായി പരിഗണിക്കാം എന്നാണ് വേ ടു വിൻ PSCയുടെ ഭാഗത്ത് നിന്ന് 2 ജില്ലയെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. ഇനി അഡാ 24/7 അവരുടെ ഭാഗത്തു നിന്ന് ഒരു വിലയിരുത്തലായി വന്നിട്ടുള്ളത് 60-ന് മേലെ മാർക്കാണ്. അതായത് 60+5 അല്ലെങ്കിൽ -5 ആണ്. അതായത് ഒരു 55 മുതൽ 65 വരെയുള്ള ഒരു മാർക്കാണ് കട്ട് ഓഫായി വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് ഈ 2 ജില്ലയെ സംബന്ധിച്ച്. അത് ഒരു വയനാടിൻ്റെ ജില്ലയെ സംബന്ധിച്ച് കുറയും എന്ന ഒരു കാൽക്കുലേഷനാണ് അവർ ഇതിലൂടെ വയ്ക്കുന്നത്. അതേപോലെ തന്നെ 60+ലേക്ക് വയ്ക്കുന്നത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഒരു 5 മാർക്ക് കൂടാനും സാധ്യതയുണ്ട്. മിഡ് റേഞ്ചിൽ ഒരു 60+ എന്ന് പറഞ്ഞു വയ്ക്കുന്നു അഡാ 24/7. ഇനി ഈ മേഖലയിൽ, അതായത് കട്ട് ഓഫ് പ്രവചന മേഖലയിലെ വിദഗ്ധൻ എന്ന് മുൻകാലങ്ങളിലും ഇപ്പോഴും അറിയപ്പെടുന്ന വ്യക്തിയാണ് ബാസിസ് അക്കാഡമി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ വിലയിരുത്തൽ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് 60 മുതൽ 65 മാർക്ക് വരെ ആണ് കട്ട് ഓഫായി നിർണ്ണയിക്കപ്പെടുന്നത്. ഏറ്റവും കൂടിയ മാർക്ക് 65ഉം ഏറ്റവും കുറഞ്ഞാൽ 60 വരെയും എത്താം. ഇനി വയനാട് ജില്ലയെ സംബന്ധിച്ച് 57 മുതൽ 63 വരെ മാർക്കാണ് കട്ട് ഓഫായി നിർണ്ണയിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും. അത് കുറഞ്ഞാൽ 57, കൂടിയാൽ 63. ഇനി തൊഴിൽ വീതി, തൊഴിൽ വാർത്ത പരിഗണിക്കുകയാണെങ്കിൽ ആദ്യം തൊഴിൽ വാർത്ത നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന പോലെ തന്നെ പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്ക് 63 മുതൽ 70 വരെയാണ്. അപ്പോൾ ഇത് വയനാട് ജില്ലയെ സംബന്ധിച്ച് താഴ്ന്നേക്കും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് കുറച്ചുകൂടി ആ ഒരു ഏറ്റവും കൂടിയ റേഞ്ചിലേക്ക് എത്താം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ തൊഴിൽ വീതിയെ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ഒരു കട്ട് ഓഫായി നിർണ്ണയിക്കപ്പെടുന്നത് 58 മുതൽ 68 വരെ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് നിർണ്ണയിക്കുന്ന ഒരു ഇത് തൊഴിൽ വീതിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്, 58 മുതൽ 68 വരെ. അപ്പോൾ അത് വയനാട് ജില്ല കൂടി പരിഗണിച്ചായിരിക്കണം 60-ന് താഴേക്ക് അവർ കട്ട് ഓഫ് നിർണ്ണയിച്ചത്. അതുപോലെ തന്നെ 68ലേക്ക് എത്തിയത് എറണാകുളം ജില്ലയുടെ ഒരു എന്താണ് മത്സരക്ഷമത കണക്കാക്കിയിട്ടുണ്ടാവണം ഇത്തരത്തിൽ 68ലേക്ക് പോയത്. അപ്പോൾ തീർച്ചയായും ഇതുവരെ ഏറ്റവും മികച്ച PSC ചാനലിൽ നിന്നുള്ള ഏറ്റവും മികച്ച വിലയിരുത്തൽ നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി PSC എർഡോസിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു വിലയിരുത്തൽ പറയുകയാണെങ്കിൽ തീർച്ചയായും ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടുന്ന ചോദ്യങ്ങൾ നമ്മൾ പ്രഥമ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ തന്നെ 2 ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ കണ്ണിൽപ്പെടും. അതായത് ഒന്ന് ദയാനന്ദ സരസ്വതിയുടെ ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് എന്നുള്ള ചോദ്യവും. അത് പ്രഥമ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ തന്നെ ഒരു ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായി നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ അതിനപ്പുറത്തേക്ക് PSC എല്ലാ പ്രാവശ്യവും ബോണസ് എന്ന രീതിയിൽ കുറച്ചധികം ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടാറുണ്ട്. കഴിഞ്ഞ ഘട്ടങ്ങളെല്ലാം തന്നെ അത് അനുവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ഒരു ഘട്ടത്തിലും അത്തരത്തിലുള്ളൊരു മാറ്റങ്ങളുണ്ടാവും. സ്വാഭാവികമായും അത് കട്ട് ഓഫിനെയും ആനുപാതികമായി കുട്ടികളുടെ മാർക്കിനെയും ബാധിക്കുന്നുണ്ട്. കാര്യം ഏറ്റവും സിമ്പിളായ അല്ലെങ്കിൽ ഒരിക്കലും അത് ഡിലീറ്റ് ചെയ്യപ്പെടില്ല അല്ലെങ്കിൽ ആൻസർ ചേഞ്ച് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യങ്ങളാണ് PSC ഡിലീറ്റ് ചെയ്ത് വിടുന്നത്. അപ്പോൾ അതിന് ആനുപാതികമായ ചേഞ്ച് അവരുടെ ആൻസറിലും മുൻകാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പരിഗണിച്ച് നോക്കുമ്പോൾ ഈ ഒരു എക്സാം തീർച്ചയായും എളുപ്പമുള്ള ഒരു പരീക്ഷ തന്നെയായിരുന്നു. പരീക്ഷ എളുപ്പമുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും 100 മാർക്ക് സ്കോർ ചെയ്യും എന്നുള്ളൊരു അവകാശവാദങ്ങളൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. അല്ലെങ്കിൽ 95-ന് മേലെ 90-ന് മേലെ സ്കോർ ചെയ്യും, 80-ന് മേലെ സ്കോർ ചെയ്യും, അങ്ങനെയുള്ള ഒരു അവകാശവാദവും ഞാൻ ഉന്നയിക്കുന്നില്ല. ഇതൊരു ജില്ലാതല എക്സാമാണ്. അപ്പോൾ അതിന് ആനുപാതികമായ ഒരു കട്ട് ഓഫ് മാത്രമേ ഈ ഒരു പരീക്ഷ നിർണ്ണയിക്കപ്പെടുകയുള്ളൂ. എങ്കിൽ പോലും നിലവിലുള്ള ഒരു സാഹചര്യം അതല്ല സൂചിപ്പിക്കുന്നത്. അതായത് PSC ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം ഭയങ്കരമായി ചുരുക്കുന്നു. നമ്മുടെ മുമ്പിൽ ഏറ്റവും അവസാനം ഒരു രക്തസാക്ഷിയായി നിലനിൽക്കുന്നത് യൂണിവേഴ്സിറ്റി LGS ആണ്. യൂണിവേഴ്സിറ്റി LGS സംബന്ധിച്ച് 1000-ഓളം പേരുടെ ലിസ്റ്റാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ട സാഹചര്യം കട്ട് ഓഫ് ഒരു ഏകദേശം 80 വരെയൊക്കെ എല്ലാവരും പ്രവചിച്ചിട്ടുണ്ട്. പക്ഷേ 81-ന് മേലെ പോകുന്നൊരു സാഹചര്യം, അതും എത്രത്തോളം ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം 94-ഓ 93-ഓ മാർക്കിന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കാണ് ഈ ഒരു 81 എന്നുള്ളൊരു 81+ലേക്ക് കട്ട് ഓഫ് പോകുന്നത്. അപ്പോൾ അത് സംസ്ഥാനതല പരീക്ഷയാണ്. എങ്കിലും ഞാൻ പറയുന്നത് PSC സമാന കാലഘട്ടങ്ങളിൽ ലിസ്റ്റിലെ ആൾക്കാരെ ചുരുക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ലിസ്റ്റിലെ ആൾക്കാരെ ചുരുക്കുമ്പോൾ മത്സരക്ഷമത കൂടും, കട്ട് ഓഫ് കൂടും. ആളുടെ എണ്ണം കൂടുമ്പോൾ കട്ട് ഓഫ് കുറയും. ഇതൊരു ഒരു ആനുപാതിക വ്യവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായും PSC മാന്യമായൊരെണ്ണം ലിസ്റ്റിൽ ഉൾപ്പെടട്ടെ. ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും ജോലി കിട്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടാവട്ടെ. PSC എർഡോസിൻ്റെ ഭാഗത്തുനിന്ന് വിലയിരുത്തൽ എന്ന് പറയുന്നത് വയനാട് ജില്ലയെ സംബന്ധിച്ച് 62 മുതൽ 66 വരെയും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് 64 മുതൽ 69 വരെയും ഒരു മാർക്ക് റേഞ്ചാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാര്യം വയനാട് ജില്ലയെ സംബന്ധിച്ച് ലിസ്റ്റിൽ ഉൾപ്പെടാവുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ താരതമ്യേന ഒരു കുറവ് ഉണ്ടാവാറുണ്ട് എല്ലാ കൊല്ലങ്ങളിലും. ഇക്കൊല്ലങ്ങളും ആ ഒരു കുറവുണ്ടാവും. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് മാന്യമായൊരെണ്ണം എല്ലാ കൊല്ലവും PSC ലിസ്റ്റിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇക്കൊല്ലവും 1000-ഓട് അടുപ്പിച്ച് അല്ലെങ്കിൽ 1000 പേരെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും.
അപ്പോൾ തീർച്ചയായും ഈ ഒരു റേഞ്ചിലായിരിക്കാം കട്ട് ഓഫ് വരാൻ സാധ്യത. ഇതൊരു പ്രോബിലിറ്റി മാത്രമാണ്. കാര്യങ്ങൾ ചിലപ്പോൾ അമ്പയുടെ മാറി മറിയാം, അല്ലെങ്കിൽ ഏകദേശം ഇതേ ഒരു അനുമാനത്തിൽ വരാം. എങ്കിൽ തന്നെയും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചുള്ള ഉദ്യോഗാർത്ഥിയാണ്, മാന്യമായി നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാർക്ക് നല്ലൊരു മാർക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കത് ആ ഒരു നിലയിൽ തന്നെ മുന്നോട്ട് പോകാം. എങ്കിൽ പോലും പരീക്ഷ അല്ലെങ്കിൽ ഈ ഒരു എക്സാം തീർച്ചയായും നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ വിചാരിച്ചതുപോലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇനിയും അവസരങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ തീർച്ചയായും താഴെ വരാൻ പോകുന്ന കമൻറ്റ് എനിക്കറിയാം. കുറേ നാളായി ഇതിൻ്റെ പിന്നിലാണ്, ഇതുവരെ കിട്ടാത്ത അവസരം ഇനി എന്നാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ആയിരിക്കും. ഒരിക്കലും നിങ്ങളുടെ ഒരു പ്രയത്നം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഴിവ് നിങ്ങൾ കൈമോശം വരുത്തരുത്. നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് പഠിച്ച് 1 മാർക്കെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, പഠിച്ച് നിങ്ങൾ 10 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, പഠിച്ച് 50 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾ ഒരു പക്ഷേ 2-3 മാസം ഈ PSC മേഖലയിൽ നിന്ന് ഇറങ്ങുന്നതിന് ശേഷം തിരിച്ചു വന്നാൽ നിങ്ങൾ പഠിച്ച് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു 50 മാർക്ക് ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു തവറിലേക്ക് എത്താൻ പറ്റില്ല. വീണ്ടും നിങ്ങൾ ഒന്നേ തുടങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് തീർച്ചയായും പരിഗണിച്ചുകൊണ്ട് ആദ്യം മുതൽ വീണ്ടും തുടങ്ങാതെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾ എത്തിക്കുന്ന സ്റ്റാൻഡേർഡ് നിലനിർത്തി പോവുക. വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നിത്യം പരിശ്രമിക്കുക. ഫോഴ്സ് എക്സാം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റ് പോലുള്ള പരീക്ഷകൾ വരുന്നുണ്ട്. തീർച്ചയായും അതിനൊക്കെ വേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ എന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും ഈ ഒരു LEC വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അപ്ഡേറ്റ്, അതായത് ഇതിൻ്റെ ഒരു പോൾ, അതായത് കൃത്യമായ മാർക്ക് വിലയിരുത്തിക്കൊണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്യും. അപ്പോൾ അതുവരേക്കും ഒരു ശുഭദിനം നേരുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ വിശ്വസിക്കാം. അതിനപ്പുറത്തേക്ക് തീർച്ചയായും ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. എല്ലാവർക്കും ഒരു സർക്കാർ ജോലി സ്വപ്നത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ.